ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായവരിൽ കോൺഗ്രസുമുണ്ടെന്ന് NCERT പുറത്തിറക്കിയ സ്പെഷ്യൽ മൊഡ്യൂളിൽ പരാമർശം. കോൺഗ്രസിന് പുറമെ മുഹമ്മദ് അലി ജിന്ന, ലോർഡ് മൗണ്ട് ബാറ്റൺ എന്നിവരാണ് ഇന്ത്യ വിഭജനത്തിന്റെ കുറ്റക്കാരായി പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയത് വിവാദമായി. ഇന്ത്യ വിഭജനത്തിന് പിന്നിലെ ഉത്തരവാദികൾ ആരാണ്? NCERT സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന സ്പെഷ്യൽ മോഡ്യൂൾ പ്രകാരം വിഭജനത്തിന് പിന്നിലെ കുറ്റവാളികൾ 3 പേരാണ്. വിഭജനം ആവശ്യപ്പെട്ട മുഹമ്മദ് അലി ജിന്ന, അത് അംഗീകരിച്ച കോൺഗ്രസ്, അത് നടപ്പിലാക്കിയ ലോർഡ് മൗണ്ട് ബാറ്റൺ എന്നിവരാണ് വിഭജനത്തിന് പിന്നിലെ കുറ്റവാളികൾ എന്നാണ് സ്പെഷ്യൽ മോഡ്യൂളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ വിഭജനത്തിന് പിന്നിലെ കുറ്റവാളികൾ എന്ന അധ്യായത്തിലാണ് ഈ പരാമർശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1947 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗവും ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിഭജനം മോശമാണ്, പക്ഷേ അത് അംഗീകരിക്കുകയോ അതല്ല എങ്കിൽ ദീർഘകാലം കുഴപ്പങ്ങളും സംഘർഷങ്ങളും നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയോ ചെയ്യുമെന്ന് നെഹ്റു പറഞ്ഞതായാണ് ഈ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ മോഡ്യൂളിൻ്റെ ആമുഖത്തിൽ വിഭജനത്തിൻ്റെ വേദന ഒരിക്കലും മറക്കാനാകില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ മോഡ്യൂൾ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പാഠപുസ്തകത്തിൻ്റെ ഭാഗമല്ല. ഇതിനിടയിലാണ് പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിവാദമായിരിക്കുന്നത്. ഗാന്ധിക്കും മുകളിലാണ് സവർക്കറുടെ ചിത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത സവർക്കറുടെ ചിത്രം ഉൾക്കൊള്ളിച്ചതിനെ വിമർശിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.